ഒരുപാട് സ്വപ്നങ്ങൾക്ക് മനസ്സിലിങ്ങനെ ഒരുക്കൂട്ടിയിട്ടാണ് ഈ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരും ഇത്താത്തമാരൊക്കെ നിങ്ങളെ ഇങ്ങനെ വളർത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് ഒരുപാട് സൂചിപ്പിച്ചു. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയായാലും അത് മനസ്സിലാവില്ല. കാരണം നമ്മൾ ഉമ്മമാരല്ലല്ലോ, നമ്മൾ ഉമ്മമാരെ ആവുന്നില്ലല്ലോ. ഇപ്പോഴൊന്നും ഉമ്മമാരും ഉപ്പമാരും ചെയ്തു തരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളത് ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും, നീ ഒരു ഉമ്മയാകുമ്പോൾ നിനക്കത് മനസ്സിലാകും എന്നൊക്കെ. സത്യമാണത്. ഞാനൊരു ഉമ്മയായപ്പോഴാണ് എത്രത്തോളം എൻ്റെ ഉമ്മ ഇനിയും 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 എനിക്ക് ചെയ്തു തന്നിരുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് ബോധ്യമായത്. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ ഒരു ഉമ്മ എന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് സ്വയം ബോധ്യമാകുമ്പോൾ ചിലതൊന്നും നമുക്ക് ബോധ്യപ്പെടൂല. എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവില്ല. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, പിന്നെ എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്നൊക്കെ. പക്ഷെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമുക്ക് എല്ലാത്തിനോടും ഒരു അധികമായ തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. ബോധം എല്ലാവർക്കും ഉണ്ട്, അറിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ചിലതിനൊക്കെ നമുക്ക് അന്തം വേണം. ആ അന്തം എന്ന് പറയുന്ന സാധനം ഇവരുടെ കൂടെ ചേർന്ന് കൂടെ നിന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ഇഷ്ടം കൂടുതൽ. ഇവരിങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പണി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പായാരം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടുകാരാകുമ്പോൾ സങ്കടം പറയേ പായാരം പറയേ പ്രയാസം പറയേ ഒന്നും ചെയ്യൂല. അവരെന്താ പറയാ, നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് കുറേ പൊക്കി പറയും, നമ്മളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ നമ്മളെ ഇനി കാണാൻ പോകുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ കഥകളെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ അതേ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മമാരോട് ഒരു പക്ഷേ തോന്നാത്ത ചില അറ്റാച്ച്മെന്റ്, ചില ബന്ധം കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടൊക്കെ തോന്നാൻ സാധ്യത തുടങ്ങുന്ന ഒരു പ്രായമാണ്. അവിടെയാണ് ഒരു ഉമ്മയുടെ കഥ നിങ്ങൾ അറിയേണ്ടത്. രാവിലെ തിരക്കാണ് വീട്ടില്. രാവിലത്തെ തിരക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. തിരക്കിട്ട പണികൾക്കിടയിൽ ചെറിയ കുഞ്ഞിന് പനിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഇടക്കിടക്ക് ഉമ്മ പോയിട്ട് തൊട്ടിലേ പോയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് നെറ്റിയിലൊക്കെ. പനി കൂടുന്ന സമയത്ത് തുണി നനച്ചിട്ട് ഇളം ചുടുവെള്ളത്തിൽ തുണി നനച്ചിട്ട് നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ചൂടധികമുള്ള ഭാഗങ്ങളിൽ കക്ഷത്തിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചു കൊടുത്ത് അപ്പൊ തന്നെ ആ ഉമ്മ തിരിച്ചു പോരുകയാണ്. അടുക്കളയിൽ പോയിട്ട് ദോശ എടുത്തത് തിരിച്ച് പാത്രത്തിലേക്ക് വെക്കാനും അടുത്ത ദോശ അതിലേക്ക് ഒഴിച്ചിട്ട് പരത്താനും വേണ്ടിയിട്ട്. അതേ സമയം തന്നെ ഏറ്റവും മൂത്ത മോന് അവനിന്ന് കോളേജിൽ ടൂർണമെന്റ് നടക്കുകയാണ്. അപ്പൊ അവന്റെ ഷൂവും സോക്സും ചോദിക്കുന്നുണ്ട്, അവന്റെ ബൂട്ട് ചോദിക്കുന്നുണ്ട് അവന് കളിക്കാൻ പോകാനുള്ള. അപ്പൊ അതേ സമയം തന്നെ 9ാം ക്ലാസ് പഠിക്കുന്ന മകള് അവളുടെ റിബണ് കാണുന്നില്ല, അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരോടും ഒരേ സമയം ഉമ്മ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് അവളുടെ റിബണ് ചോദിക്കുമ്പം ഡൈനിങ് ഹാളിലെ ഷെൽഫിലെ താഴത്തെ കള്ളിയിലെ ചിമിഴിനകത്ത് കറക്റ്റ് പറഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ പനിക്കുന്ന കുഞ്ഞുണ്ട്. ഒരുപാട് മക്കൾ കൂട്ടത്തിൽ KG സെക്ഷനിൽ പോകാനുള്ള ഒരു കുട്ടി ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ വിളിച്ചുണർത്തുന്നുണ്ട്. കാരണം ആ കുട്ടി സ്വന്തമായിട്ട് എണീച്ചു വരൂല. വേറൊരുത്തം ബാത്റൂമിൽ ഓൾറെഡി പോയി നിന്നിട്ട് ഇതുവരെ ഇറങ്ങി വരാത്തതുണ്ട്. അവിടെ കിടന്ന് അവിടെ ഇരുന്ന് ഉറങ്ങാം. അവിടെ കൊണ്ടേ വെച്ചതാ, പിന്നെ അവിടുന്ന് ഉറങ്ങാണ്. ബ്രഷും പേസ്റ്റും വെളിച്ചെണ്ണ എല്ലാം കൂടിയായിട്ട് അങ്ങോട്ട് വിട്ടതാ. അതിൽ കിടന്ന് ഉറങ്ങാം, കുട്ടി ഇരുന്ന് ഉറങ്ങാം. ഈ ഒരു അസ്വസ്ഥമായ മനസ്സിന്റെ ഇടയിൽ തൊട്ടിലയിൽ കിടക്കുന്ന കുഞ്ഞിന് പനിക്കുന്നുണ്ട്. ആ നാട്ടില് ആശുപത്രിയില്ല, ഡോക്ടറും ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ ആ നാട്ടിലൂടെ ഇങ്ങനെ വരും. കുറച്ച് മുന്നേ നടന്ന കഥയാ. ഡോക്ടർ ഇങ്ങനെ വരുന്ന സമയത്ത് ഡോക്ടർ ഓരോ വീടുകളിലും കയറിയിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ ഡോക്ടർ ഇങ്ങനെ വന്നു. ഡോക്ടർ വന്നപ്പോ കാണുന്നത് ഈ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഈ ഉമ്മയെ കാണുന്നത്. അത്ഭുതത്തോടു കൂടി ഡോക്ടർ ചോദിക്കുക, നിങ്ങൾ ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു? നിങ്ങൾക്കിതിൽ ഏത് കുഞ്ഞിനെ ഇഷ്ടം എന്ന്? അപ്പൊ ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ?
ദ വൺ ഹൂ നീഡ്സ് മീ മോസ്റ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുഞ്ഞ് ഏതാണോ ആ കുഞ്ഞിനെ എനിക്കിഷ്ടം. ഉമ്മ 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 എന്ന് പറഞ്ഞിങ്ങനെ നിർത്താതെ വിളിച്ച് എല്ലാ കാര്യങ്ങൾക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ മനസ്സിലാക്കേണ്ടതാ. എല്ലാം ഇങ്ങനെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കങ്ങോട്ട് എടുത്തൂടെ? സ്വയം പര്യാപ്തനാക്കാണ്, ശരിയാണ്. പക്ഷേ ഉമ്മയെ ചുറ്റിപ്പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാണത്. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ വരുന്നത്. ദ വൺ ഹൂ നീഡ്സ് മീ മോസ്റ്റ്. എന്നെ ആർക്കാണോ ഏറ്റവും കൂടുതൽ ആവശ്യം ആ കുട്ടിയെ. അപ്പൊ ഡോക്ടർ ചോദിച്ചു, പടച്ചോനെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? മറുപടി ഉടനെ വന്നു, എനിക്ക് പോറ്റാൻ കഴിയുന്ന അത്രയും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ഒരു ഉമ്മ. മടുക്കൂല, എത്ര ആയാലും മടുക്കൂല. കാരണം എന്താണെന്നറിയോ? 9 മാസം ഒരവയവത്തിൻ്റെ ഉള്ളില് വേറൊരു അവയവം പോലെ കൊണ്ട് നടക്കുക. നമ്മളെ ആന്തരിക അവയവം പോലെ നമ്മളെ 9 മാസം കൊണ്ട് നടക്കുന്ന സമയത്ത്, ഒരു പക്ഷെ ഇളയ കുട്ടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മൂത്ത കുട്ടികൾ ഒന്ന് ആ മാക്സിയൊക്കെ ഇത്തിരി പൊന്തിച്ചു നോക്കിയാൽ അറിയാം കാലിലെ ഞരമ്പൊക്കെ ഇങ്ങനെ കുത്തി കൂടി കിടക്കുന്നത്. രാവിലെ എണീച്ചാൽ അടുക്കളയിൽ ഉമ്മ എത്തണമെങ്കിൽ ചിലപ്പോൾ 15 മിനിറ്റ് എടുക്കും. അത്രയും വലിയ വീടുള്ളതുകൊണ്ടല്ല. കാലിൻ്റെ മടമ്പിനെ, ഉപ്പൂറ്റി എന്ന് പറയുന്ന സ്ഥലത്തിനെ നീര് വന്നിട്ട് വീർത്തിട്ട് എണീക്കുന്ന സമയത്ത് സൂചി ഇങ്ങനെ കുത്തിക്കേറ്റുന്ന പോലെ വേദന. അതിങ്ങനെ നടന്ന് ലെവലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലേ? ഈ കാണുന്ന ശരീരം മാത്രമല്ല, ഒരുപാട് പ്രോസസ്സുകൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണശാലയാണ് ഒരു സ്ത്രീയുടെ, ഒരു ഉമ്മയുടെ ശരീരം എന്ന് പറയുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ അവയവങ്ങളുള്ള, പുരുഷന്മാരെക്കാൾ കൂടുതൽ രോഗങ്ങൾ കണ്ടുവരുന്ന, അവയവങ്ങളുള്ള ഒരു മഹത്തായ പടച്ചവന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടിപ്പ് അവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതും. ഒറ്റ വാക്കുപോലും ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല നേരത്തെ. പക്ഷെ എന്നിട്ടും ആ ഉമ്മയുടെ സ്നേഹം കണ്ടിരുന്നോ? പേരക്കുട്ടി ഇങ്ങനെ അതിലൂടെ നടക്കുമ്പോഴും ബഷീർക്കയുടെ അനിയൻ അതിലൂടെയൊക്കെ നടക്കുമ്പോഴും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവനൊന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തണമായിരുന്നു, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അനിയനെയും മോനെയൊക്കെയാണെന്ന്. നോക്കൂ, നിങ്ങൾ എത്ര പ്രായമായിട്ടുണ്ടാവും? ഈ പ്രായത്തിലും ചിന്ത ഇതാ, എൻ്റെ കുട്ടി, എൻ്റെ മക്കൾ, എൻ്റെ പേരമക്കൾ. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കട്ടെ, സൂറത്തു റിജാല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂറത്തു റിജാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. സൂറത്തു നിസാവോ? നമ്മുടെ പേരിൽ ഒരു സൂറത്ത് വരെയുണ്ട്. എന്താ പരിശുദ്ധ ഖുർആനിൽ ഈ ഭൂമിയിലെ പരമാണു മുതൽ പരകോടി വരെ സംവിധാനിച്ച പടച്ച തമ്പുരാന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ഉമ്മയെക്കുറിച്ച്, ഒരു ഉമ്മ ഈ ഭൂമിയിൽ ചെയ്യുന്ന ദൗത്യത്തെക്കുറിച്ച് അത്രമേൽ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭധാരണത്തെക്കുറിച്ച്, അവളുടെ ആർത്തവ സമയത്തുള്ള പ്രയാസത്തെക്കുറിച്ച്, അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് വരെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവൾ പ്രദാനം ചെയ്യുന്ന മുലകുടിയെക്കുറിച്ച്, ഒരു സ്ത്രീയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അത്രമേൽ പരിശുദ്ധനായ പടച്ച റബ്ബ് തൻ്റെ കലാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ മഹത്വം എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് വമാ സ്വാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിങ്ങൾക്ക് എന്ത് എതിരഭിപ്രായമുണ്ടെങ്കിലും, ഉമ്മയുടെ ഏത് അഭിപ്രായത്തിനോട് നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും, അത് നിങ്ങളുടെ ഉമ്മയാണെന്ന് മറക്കരുത്. ഉമ്മക്ക് കൊടുക്കാനുള്ള എല്ലാ കടപ്പാടും ബാധ്യതകളും കൊടുത്തതിന് ശേഷം മാത്രമേ വിയോജിപ്പുള്ള കാര്യത്തെ നിങ്ങൾ എടുത്തു വെക്കാവൂ. ആ കാര്യത്തിന് മാത്രമേ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാവൂ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ വരെ എതിർപ്പുണ്ടായാൽ എതിർപ്പ് അവിടെ നിൽക്കട്ടെ. ആ എതിർപ്പ് തന്നെയാണ്. ഉമ്മക്ക് ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ അത് തെറ്റന്നെയാണ്. പക്ഷേ ഉമ്മയോടുള്ള കടമ, ഉമ്മയോടുള്ള പരിഗണന എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം നിങ്ങൾക്കൊക്കെ ഉമ്മമാരുണ്ടാവും.
ആ തന്ന പോസ്റ്റ്, പടച്ചവൻ തന്ന പോസ്റ്റ് അത്രമേൽ പരിശുദ്ധമായ ഒരു പോസ്റ്റാണെന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ്, കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നത് പടച്ചവൻ ഇത്തരത്തിൽ. ഉപ്പയില്ലെങ്കിലും കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾ പ്രാപ്തയാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. ഞങ്ങളുടെ സ്കൂളിൽ അജു ഉണ്ട്. അജു അവനെ വിളിക്കുന്ന പേരാ. അജുവിൻ്റെ ഉമ്മയുടെ 6ാമത്തെ കുട്ടിയാണ് അജു. ചെറിയ കുട്ടിയാ, 5-6 വയസ്സായിട്ടുണ്ടാവുള്ളൂ, ഏറിയാൽ 7 വയസ്സ്. അജുവിൻ്റെ ഉമ്മയുടെ 6ാമത്തെ കുട്ടി എന്ന് പറയുമ്പോഴേ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും കുട്ടി അബോർഷനായതാ. ഇല്ല, 6ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ വായ, ഈ പല്ല് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗം, റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. നാവ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് അറിയാൻ പറ്റുന്ന ഭാഗം, അവിടെ വലിയൊരു ഓട്ടയാണ്. വിരലിട്ടാൽ ഇങ്ങനെ മേലേക്ക് പോവും. പ്രസവിച്ച കുഞ്ഞ് ഇത്തരത്തിലായിരുന്നു. പാല് എമ്പിക്കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. മൂക്കും ചുണ്ടും കൂടിയിട്ട് മുച്ചിറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം വികൃതമായ തരത്തിൽ. നമുക്കൊക്കെ 2 കിഡ്നി ഉണ്ട്. 2 കിഡ്നിയിൽ ഒന്ന് പൂർണ്ണമായും വർക്കിംഗ് അല്ലായിരുന്നു. 2ാമത്തെ കിഡ്നി 3 കഷ്ണങ്ങളായിട്ടായിരുന്നു. 3 കഷ്ണത്തിൽ 2 കഷ്ണവും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 3ാമത്തെ കഷ്ണത്തിൻ്റെ ഭാഗം മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഹെർണിയ കേട്ടിട്ടുണ്ടല്ലോ, കുടലിങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു പാടയില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഈ സംവിധാനമൊക്കെ പഠിച്ചവനുണ്ടാക്കിയത് ഓർക്കട്ടോ. ഹെർണിയ, നമ്മുടെ സ്കൂളിലെ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സംസാരവും കേൾവിയും ഇല്ല. മൂത്രം, അവൻ്റെ മൂത്രാവയവത്തിലൂടെ, മൂത്രമൊഴിക്കുന്ന അവൻ്റെ ലിംഗത്തിലൂടെ മൂത്രം പോകുന്നില്ലായിരുന്നു. ജനിച്ച ഉടനെ ഇത്തരത്തിലുള്ളൊരു കുഞ്ഞിനെയാണ് 6ാമത്തെ കുഞ്ഞായിട്ട് പഠിച്ചാൻ കൊടുത്തത്. അജുവിന് മിസ്ഹബ് ഉമ്മക്ക് കൊടുത്തു, ഉപ്പക്ക് കൊടുത്തു. എന്താ ചെയ്യാന്നറിയില്ല. പെട്ടെന്ന് ചെയ്യേണ്ടത്, മൂത്രത്തിന് ഒരു ഹോള്, സൈഡിലൊരു ഹോളിട്ടു. മൂത്രം അതിലൂടെ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, 2 വർഷം കഴിഞ്ഞ് വരൂ കേട്ടോ എന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ചെല്ലണം. ചെന്നിട്ട് ഇതൊക്കെ തിരിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലൂടെ തന്നെ ആക്കാം എന്നുള്ളൊരു ഉറപ്പിൽ അവരെ പറഞ്ഞേക്കാം. പാല് കുടിക്കാൻ കഴിയില്ല. കാരണം എന്താ, മോണയില്ല, അണ്ണാക്കില്ല, ചെറുനാവില്ല. പാല് കുടിക്കണമെങ്കിൽ, ഈമ്പി കുടിക്കണമെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ ചെയ്തതെന്നറിയോ? പശുവിനെ കണ്ടിട്ടില്ലേ? പശുവിൻ്റെ ചെവിയുടെ ഷേപ്പിലുള്ള ഗോകർണം എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്. ഗോകർണം. ഈ ഗോകർണം എന്ന് പറയുന്ന പാത്രത്തിൽ പാലൊഴിച്ചിട്ട് ഇവൻ്റെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് അവനതിങ്ങനെ ഇറക്കും. ഇങ്ങനെയായിരുന്നു ആദ്യം അവന് ഭക്ഷണം, പാല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നേരെ എങ്ങോട്ടാ പോവാ? കാരണം ഇവിടെ ഒരു തടസ്സമില്ലല്ലോ. 2 വർഷം കഴിഞ്ഞ് അജുവിനെയും കൊണ്ട് തിരിച്ചു ചെന്നു ഹോസ്പിറ്റലിലേക്ക്, വെല്ലൂരിലേക്ക്. ഇത് മാറ്റിയിട്ട് ഇതിലൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക. അജുവിനെ കൊണ്ട് ചെന്നപ്പോൾ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്, 2 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു മാറ്റാ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. സത്യം പറയാം, ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഈ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറയാ, സത്യം പറയാലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. 7 വയസ്സായ അജു ഇപ്പോഴും പാമ്പേഴ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ്. അവൻ്റെ മൂത്രം നമുക്ക് കാണാം ഇതിലൂടെ. ഈ പറഞ്ഞ 2 കിഡ്നിയിൽ ആവശ്യമില്ലാത്ത ഒരു കിഡ്നിയും ആവശ്യമില്ലാത്ത 2ാമത്തെ കിഡ്നിയിലെ 2 ഭാഗങ്ങളും ഒഴിവാക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു അവയവം വെറുതെ വെക്കാൻ പറ്റൂല, ഇൻഫെക്ഷൻ വരും. ഒഴിവാക്കി. ഹെർണിയൊക്കെ ഒരു സർജറിയും ചെയ്തു. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളോടും കൂടി മുച്ചിറി, അതേപോലെ തന്നെ പിന്നെ ചെറുതായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനേ
എൻ്റെ അതേ പ്രായ ഉമ്മക്ക് 33 വയസ്സാണ്. ഞാൻ ആ ഉമ്മനോട് ചോദിക്കാൻ പാടില്ലാഞ്ഞിട്ടും ഞാനിങ്ങനെ, നമുക്ക് ചില സമയത്ത് നമ്മൾ വല്ലാതെ നെർവസ് ആവുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേനെ. ഞാൻ എൻ്റെ ഉമ്മനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്, ഉമ്മ നിങ്ങൾ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കട്ടോ, കാരണം എനിക്കെന്തോ പ്രയാസമുണ്ടെന്ന്. അതേപോലെ എനിക്കങ്ങോട്ട് ചോദിക്കാൻ തോന്നി. ഞാൻ അജുവിൻ്റെ ഉമ്മനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് സഹിക്കുന്നതെന്ന് വെച്ചു. ഈ കുഞ്ഞു കഷ്ണം കിഡ്നിയായിട്ട് സംസാരിക്കാനും കേൾക്കാനും കഴിവില്ലാത്ത, മൂത്രം നിരന്തരം ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു വറ്റ് കഴിച്ചാൽ തരിപ്പ് പോകുമെന്ന് പേടിക്കുന്ന ഒരു മോനെയായിട്ട് പ്രതീക്ഷയുടെ അങ്ങേ അറ്റം നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ക്വാർട്ടേഴ്സിൽ വാടകയൊക്കെ എടുത്തിട്ട് പപ്പടം വിറ്റിട്ടും എരുന്ത് വിറ്റിട്ടൊക്കെ ഈ മോനെ പഠിപ്പിക്കുന്ന ഉമ്മനെയും ഉപ്പനെയും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പറയാ, ടീച്ചറെ എത്രത്തോളം സമയം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് പറയാ, കാണങ്ങൾക്ക് സ്കൂളിൽ വന്നാൽ അജുവിനെ ഇമ്മനെയൊക്കെ ചിരിച്ചുകൊണ്ട് പറയാ. എന്നിട്ട് കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചത് എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ ആരും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഭാവിയിലാവാൻ പോകുന്നവരാ. എപ്പോഴും പഠിച്ചവനോടുള്ള ഒരു അടുപ്പം, തവക്കുലെ ഒരു പ്രാർത്ഥന, ഒരു തഖ്വ നമുക്ക് ഉണ്ടാവണം. എപ്പോഴും ഓർക്കണം, പഠിച്ചവന് ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ വേണ്ട, പക്ഷേ ഞാനിങ്ങനെ ചെയ്താൽ ഇത് എനിക്കൊരു നാളെ, അതുകൊണ്ട് വേണ്ട. ചിന്ത എപ്പോഴും വേണം. എങ്ങനെയും ആവാം നമ്മുടെ ഭാവി, നമുക്കറിയില്ല. ടീച്ചറെ വയറ്റിൽ കുഞ്ഞുണ്ടായ സമയത്ത് 5 അബോർഷനായി പോയല്ലോ. 6ാമത്തെ കുഞ്ഞ് വയറ്റിലായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എന്തൊക്കെയറിയോ? പടച്ചവനെ, എനിക്ക് ആരോഗ്യമുള്ള ആന്തരിക അവയവങ്ങൾക്കൊരു പ്രയാസം, ഒരു പ്രശ്നവും ഇല്ലാത്ത, പ്രാർത്ഥിച്ച സെൻറ്റൻസാ. നമ്മളെപ്പോഴും അത്രത്തോളം ഒന്നും പ്രാർത്ഥിച്ചോളണം എന്നില്ല. ഇല്ലാത്ത, ഒരു പ്രയാസവും ഇല്ലാത്തൊരു നല്ല കുഞ്ഞിനെ തന്നെ തരണേന്ന് 5 അബോർഷനായ ഒരു ഉമ്മ എത്രത്തോളം അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ ഈ പറഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക്, അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട്, നിത്യം ളുഹാ നമസ്കരിച്ചുകൊണ്ട്, അല്ലാത്ത എല്ലാ നമസ്കാരവും എല്ലാ പ്രാർത്ഥനകളും വെള്ളിയാഴ്ച കഹഫ് ഓതിക്കൊണ്ടും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും തന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് അവനെ പോറ്റാൻ കഴിയും, എനിക്കതിനുള്ള ആവത് കരുത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കരുത്തില്ലാത്തൊരു ഉമ്മക്കാണ് കൊടുത്തിരുന്നെങ്കിൽ കാരുണ്യഭാവത്തിൽ അവൻ എത്തില്ലായിരുന്നു. പപ്പടം വിറ്റിട്ടെങ്കിലും അവൻ്റെ ഉപ്പ അവനെ പഠിപ്പിക്കുന്നുണ്ട്, അവനെ പഠിപ്പിക്കില്ലായിരുന്നു. ഏതോ ഒരു മൂലയിൽ, തിരുവമ്പാടിയാണ് അവർ, തിരുവമ്പാടി ഏതോ ഒരു മൂലയിൽ മുരിങ്ങപ്പുറായി ഏതോ ഒരു വീട്ടിൽ ഈ കുട്ടീനെയായിട്ട് ഞങ്ങളിങ്ങനെ കരഞ്ഞ് 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 ജീവിതം തീർത്തേനെ. ഒരു പക്ഷെ നാളെ IAS IPS അതിൻ്റെ അപ്പുറത്തേക്കോ ആവാൻ പോകുന്ന അജു നമ്മുടെ സ്കൂളിൽ ഒറ്റയ്ക്ക് ഭക്ഷണം വാരി കഴിക്കുന്നു. ഈ കുഞ്ഞു കഷ്ണം കിഡ്നിയുമായിട്ട് ഓടിച്ചാടി കളിക്കുന്നു. കൂട്ടുകാരികളുടെയും കൂട്ടുകാരന്മാരുടെയും കൈ പിടിച്ച് സ്കൂളിൽ നിന്ന് ക്യാൻറ്റീൻ വരെ ഓടിപ്പോകുന്നു. അവിടെ പോയി ഇരുന്ന് ഭക്ഷണമൊക്കെ വാരി കഴിച്ച് നല്ല കളിയും ചിരിയും പാട്ടും, ആനിവേഴ്സറി അതേപോലെയുള്ള പ്രോഗ്രാമുകൾക്ക്, ആനുവൽ ഡേക്കൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഉഷാറായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവന് പനിച്ചാൽ ക്രിയാറ്റിൻ കൂടും. ക്രിയാറ്റിൻ കൂടിയാൽ കിഡ്നിൻ്റെ ഫങ്ഷൻ അത് ബാധിക്കും. ഉമ്മ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയത്ത്, ഉമ്മ ക്വാർട്ടേഴ്സിലാണ്, ഉമ്മ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ബെല്ലടിക്കുമ്പോഴേ കൊണ്ടുവരുള്ളൂ. എന്തിനാ അറിയോ? അടങ്ങി നിൽക്കാൻ. ക്രിയാറ്റിൻ കൂടി പനി അധികമാവാതെക്കാൻ അടങ്ങി നിൽക്കാന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കരുത്ത് മനസ്സിലാകുന്നുണ്ടാവും. മനക്കരുത്ത് കൊണ്ട് പറ്റുന്നതാ, മനക്കരുത്ത് കൊണ്ട് സംഭവിക്കുന്നതാ. പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അടിപൊളിയായിട്ട്, സന്തോഷത്തോടു കൂടി. എന്നും പ്ലസൻ്റായ മുഖം ഉമ്മൻ്റെ, സന്തോഷമുള്ള മുഖം. ടീച്ചറെ ഭക്ഷണം കഴിച്ചോ, ടീച്ചറെ നമസ്കരിച്ചോ, നമസ്കരിക്കാൻ പോവാം, പോയിക്കോളിട്ടോ, കഴിച്ചോളിട്ടോ, ഉഷാറാണ്, റാഹത്താണ്. താങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല നമുക്കൊന്നും. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ മനസ്സിനെ നമ്മൾ കരുത്താർജിച്ച്, പ്രാർത്ഥന കൊണ്ട് കരുത്താർജിച്ച് കഴിഞ്ഞാൽ നമുക്ക് പടച്ചവൻ എന്തെങ്കിലും തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പടച്ചവൻ തരും. ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതിനെ തരണം ചെയ്യാനും നമുക്ക് പറ്റും. അതുകൊണ്ട് ചുറ്റുപാടുള്ള പ്രലോഭനങ്ങളിൽ ഒരിക്കലും വീഴരുത്. കാരണം ഈ പറഞ്ഞ പണ്ടത്തെ പട്ടിണിയും പ്രയാസവും പരിഭവമൊന്നും ഇല്ലല്ലോ. പണ്ട് ഇത്രത്തോളം സഹായങ്ങൾ കൊടുക്കാൻ ആരെടുത്തും ഇല്ലായിരുന്നു.
ഇന്ന് ഇഷ്ടംപോലെ സഹായങ്ങൾ പല വഴിക്കും, ഗവൺമെന്റിൻ്റെതായിട്ടുള്ള എയ്ഡുകൾ പല വഴിക്കും, ഇതെല്ലാം കൂടി കിട്ടിയിട്ടും കണ്ടിട്ടും പല ആൾക്കാരും സൗകര്യങ്ങൾ കൂടിയപ്പോൾ മാനസികമായി ദുർബലരായിപ്പോയി, കരുത്തില്ലാത്തവരായിപ്പോയി. എന്ന് പറഞ്ഞാൽ ക്ഷീണം വന്നവരോ ധൈര്യമില്ലാത്തവരോ അല്ല. എന്തിനിപ്പോ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആവാം, കുറച്ചൊക്കെ എങ്ങനെയൊക്കെ ആവാം, എപ്പോഴും ഇങ്ങനെ പോയി എന്നിപ്പോൾ സുന്നത്ത് നമസ്കരിക്കണം എന്നുണ്ടോ, എന്നിപ്പോൾ ആ ഒരു കുറച്ചൊക്കെ നോണയൊക്കെ പറയാം, കുറച്ചൊക്കെ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ പോയി ഒരു സിനിമയൊക്കെ കാണാം. അതിനൊക്കെ ഇപ്പം എന്താ ഒരു തെറ്റും ശരിയും വേർതിരിക്കാൻ കഴിയാതെ നമ്മുടെ ദീന് പറഞ്ഞ ചട്ടക്കൂട് എന്താണ് നമ്മുടെ മതം പഠിപ്പിച്ച ചട്ടക്കൂട്, എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്, ആ മാർജിൻ ഉണ്ടല്ലോ, ചട്ടക്കൂട്, ദീന് നമുക്ക് തന്നിരിക്കുന്ന ചട്ടക്കൂടിനെ നമ്മൾ എന്ത് ചെയ്തു, മാർജിൻ കുറച്ച് കയറ്റി വരച്ചു. കൈ ഇവിടെ നിങ്ങോട്ട് കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇടക്കൊക്കെ മുടി കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിഷ്ടമുള്ളതിനെ ഇങ്ങനെ ചട്ടക്കൂടിൻ്റെ മാർജിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മാർജിൻ അങ്ങോട്ട് വലുതാക്കി വരച്ചു, ഇഷ്ടമുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. ഇതാ സംഭവിച്ചത്. അധാർമികത, അനാശാസ്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, വൃത്തികേടുകൾ കണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിനെതിരെ നമുക്ക് പൊരുതണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. അവളെ കണ്ടോ, അവളടുത്ത് പോയിട്ട് കാര്യമല്ല കേട്ടോ, അവൾ യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയാണ്, നീ അവളടുത്ത് വേണ്ടാത്തതിന് പോയിട്ട് കാര്യമല്ല, നിനക്ക് കിട്ടൂല എന്ന് നമ്മുടെ മക്കളെ കുറിച്ച് മറ്റുള്ളവർ പറയണം. അവളുടെ നടപ്പ് കണ്ടില്ലേ, അവളുടെ പ്രയാസം അവളുടെ കോലം കണ്ടില്ലേ, അവളുടെ ആക്കല് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ആരും തളർത്തുകയല്ല ചെയ്യുക. ദീൻ പറഞ്ഞ രീതിയിൽ, ദീനിന്റെ പാതയിൽ സത്യം മാത്രം പറഞ്ഞുകൊണ്ട്, നല്ല മാതൃക കാണിച്ചുകൊണ്ട് ഏത് ആൺകുട്ടി നടക്കുന്നുവോ, ഏത് പെൺകുട്ടി നടക്കുന്നുവോ അവളെ സമൂഹം കാണുക, ഓ വലിയ മുത്തക്കി അല്ല. നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെയാ, ഞാൻ അങ്ങനെ കേട്ട എന്നെ വലിയ മുത്തക്കി അല്ല. ഒരു റെസ്പെക്റ്റ്. നമ്മൾ അറിയാതെ നമ്മളെ മറ്റുള്ളവർ നമ്മൾ വരുമ്പോൾ ഒന്ന് നീങ്ങിയിരിക്കാനോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്യാമ്പസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വരുമ്പോൾ വേണ്ട നിർത്തിക്കോള് വരുന്നുണ്ട്, അതൊന്നും ഓക്ക് ഇഷ്ടപ്പെടൂല, പോരെ, ഇത് പോരെ നമുക്ക്. അതെ, ഇത്തരത്തില് നമ്മോട് പടച്ചവൻ പറഞ്ഞ, എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് നമ്മോട് പടച്ചവൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റണം. അതിന് നമ്മുടെ മക്കൾക്ക് ഉമ്മമാർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊട്ടില് തേങ്ങടുന്നത് പോലെ ഇങ്ങോട്ട് വാ, എനിക്ക് എന്നോട് കുറച്ച് പറയാണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് ഇരുത്തി പറഞ്ഞു കൊടുക്കല്ല. അവൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ, അവൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ, അവൻ നിങ്ങളോട് ചേർന്നിരിക്കുന്ന സമയത്ത് അവൻ്റെ മുടി ഇഴകളിലൂടെയൊക്കെ ഒന്ന് തലോടി, മോനെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കാര്യം എനിക്കറിയാം, എനിക്കുണ്ടല്ലോ, പിന്നെ 7ലും 8, 6ലും ഒക്കെ പഠിക്കുന്ന മക്കൾ എനിക്കുണ്ട്, ഉപദേശം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഒരു സമാധാന സന്തോഷമൊക്കെ തോന്നുന്ന നല്ല നല്ല നിമിഷങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ അവരിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക, സൂചി വെക്കണ പോലെ എന്ന് പറഞ്ഞാൽ അറിയാതെ ആ മരുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അതേ രക്ഷയുള്ളൂ. കാരണം നമ്മുടെ മക്കളെ കഴുകന്മാർ കൊത്താനിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്രത്തോളം വേണ്ടാത്തരങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൊബൈൽ ഫോണുകളിലൂടെ ഒരു വിരൽ കൊണ്ട് ലോകം മുഴുവൻ കറങ്ങാനും, ലോകത്തിലുള്ളവരോട് മുഴുവൻ സംസാരിക്കുവാനും കാണാനും ഒക്കെ അവസരം ഒരുക്കുന്ന ഒരു കാലഘട്ടം. ഇതുപോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെയും കൊണ്ട് ആഫ്റ്റർ കോവിഡ് എൻ്റെ വീട്ടിലേക്ക് കൗൺസിലിങ്ങിന് വന്നപ്പോൾ സങ്കടം തോന്നിപ്പോയി. കാരണം ഉമ്മമാരെ പറ്റിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെയുള്ള ഉമ്മമാരെ പറ്റിച്ചുകൊണ്ട് എങ്ങനെയാ സ്വന്തം റൂമിൽ പോയി കുറ്റിയിട്ട് നഗ്നയായി തൻ്റെ കൂട്ടുകാരന് വീഡിയോ കോൾ ചെയ്യാൻ എങ്ങനെയാ തോന്നുന്നത്? എവിടെ പോയി 5 നേരത്തെ നമസ്കാരവും 6, 7, 8 ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചതൊക്കെ എന്തിനായിരുന്നു? പിന്നെ അങ്ങോട്ട് മറക്കാണ്. സ്വന്തം ഉപ്പനെയും മറന്നിട്ട് എന്തൊക്കെയോ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അവസാനം കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കൂടി പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെട്ടപ്പോൾ നിലത്ത് കിടന്ന് ഉരുള, ഇനി എന്നെ കൊണ്ട് ഒരു കുടുംബജീവിതം, വിവാഹ ജീവിതം പറ്റൂലല്ലോ, ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു പോയില്ലേ എന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒന്നും കാര്യം ഉണ്ടാവില്ല. എത്രത്തോളം പുതിയ ആപ്ലിക്കേഷനുകളാണ്. ആ ആപ്ലിക്കേഷൻ മുഴുവൻ നമ്മുടെ മക്കൾക്ക് കാണാപ്പാടാണ്. അത് കാണാപ്പാടമാക്കി കൊടുക്കുന്ന ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. എന്നിട്ടോ നമുക്കിതൊന്നും അറിയൂല. അതൊക്കെ ഓളാ ചെയ്യൽ. എന്ത് നമുക്ക് അറിയാതിരിക്കാൻ കാരണം എന്താ? നമുക്ക് അറിയണ്ടേ?
നമുക്ക് നടക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനും നമസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഇങ്ങോട്ട് വരെ വരാനും പോവാനും പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പുതിയ ടെക്നോളജി നമുക്കും പഠിച്ചുകൂടാ? ഉമ്മമാര് വളരണം, മക്കളോടൊപ്പം ഉമ്മമാര് വളരണം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരിക്കലും അറിയില്ല എന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലുകളിലൂടെ പഠിച്ചില്ലേ? സ്മാർട്ട് ഫോൺ കിട്ടാത്തവർക്കൊക്കെ സ്മാർട്ട് ഫോൺ കിട്ടി, അധ്യാപകരായിട്ടും അല്ലാത്തവരായിട്ടൊക്കെ കൊണ്ടുവന്ന് തന്നു. നമ്മൾ ഗ്രൂപ്പ് തുറക്കാൻ പഠിച്ചു, കോൾ ചെയ്യാൻ പഠിച്ചു, വാട്സപ്പിൽ മെസ്സേജ് നോക്കാനും അയക്കാനും പഠിച്ചില്ലേ? പഠിക്കുമെന്ന് വിചാരിക്കാത്ത ഒരുപാട് ടെക്നോളജി പഠിച്ചില്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ? ഇനിയും പഠിക്കുക, വളരുക, വായിക്കുക, കുട്ടികളുടെ കൂടെ വളരുക. ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അവരെന്ത് ചെയ്യുന്നു അത് അവർക്കേ അറിയുള്ളൂ, നമുക്കതൊന്നും അറിയില്ലല്ലോ. അല്ല, നമ്മളും അറിയാം, നമ്മളും പഠിക്കുക, എന്നിട്ട് ഒപ്പം വളരുക. ഇല്ലെങ്കിൽ പല ഇടങ്ങളിലായിട്ട് നമ്മളുടെ കൈകളിൽ നിന്നും ഊർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അവസാനം നമ്മൾ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പറ്റിക്കാതിരിക്കുക, പറ്റിക്കരുത്, ഒന്ന് ഓർക്കുക. പല കൂട്ടുകാരികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, കൂട്ടുകാരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യണ്ടടാ, അങ്ങനെ വേണ്ടടാ, ഒന്നുമില്ലെങ്കിൽ ഫസ്റ്റ് ചിലപ്പോൾ കളിയാക്കും. പിന്നെ എൻ്റെ മാത്രം ഒരു ഉമ്മ സ്നേഹം പോയാൽ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് 2ോ 3ാമത്തെ പ്രാവശ്യം നിങ്ങളത് പറയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ചേരും. നന്മ എവിടെയുണ്ട് ആ നന്മയുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരികളും ചേരും. നിങ്ങളെ മാതൃകയാക്കും. നല്ലൊരു ലീഡറായി, നല്ലൊരു മാതൃകയുള്ള ആളായി നിങ്ങൾ വളരുക. അതിന് നിങ്ങളുടെ കൂട്ടുകാരികളെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? വശത്താക്കുക. ഈ കുഞ്ഞു കുട്ടികൾ മേലെ പോയിട്ട് വിളിക്കുമ്പോൾ താത്ത ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഉമ്മ എന്ന് പറയുമ്പോൾ ഇപ്പൊ വരാ, കാരണം ഇത് കോള് കഴിഞ്ഞിട്ടില്ല. വീണ്ടും വിളിക്കുന്ന സമയത്ത് വീണ്ടും വരാ. അവസാനം പിന്നെയും വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നത്, അല്ലാതെ പണിയെടുക്കാനൊന്നല്ല. വിളിക്കുമ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ദേഷ്യം പിടിക്കുക അനിയന്മാരോടും അനിയത്തിമാരോടും. ഞാൻ വരാന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ നീ ഇങ്ങനെ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നതെന്ന്. അവസാനം ഇങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് കിടന്നുരുണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലോകത്തറിയുക, കുറച്ചുകൂടിയൊക്കെ പരിചയം ഉണ്ടാവുക. ഈ വീട്ടിൽ നിന്ന് ഇവിടെ വരെ ബിസ്മിയിൽ വരെ വരുന്നതും തിരിച്ചിവിടെ നിന്ന് വീട്ടിലേക്ക് വരെ പോകുന്നതും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കും ഭർത്താവിൻ്റെ വീട്ടിലേക്കും മാത്രം പോകുന്നതുമായിട്ടുള്ള അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ ആൾക്കാരുമായിട്ട് ഇടപഴകുക. മറ്റു പല പോകാൻ പറ്റിയ സ്ഥാപനങ്ങളിലൊക്കെ പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിയുക. കുറച്ചൊക്കെ നിങ്ങൾ ടീമായിട്ടിരുന്നൊക്കെ പലതും ചെയ്യുന്നുണ്ടാവാം. യാത്രകളൊക്കെ ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താ മനസ്സിലാക്കുക, ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താ മനസ്സിലാക്കുക, പുതിയ തലമുറ എങ്ങനെയാ മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ കുറേയൊക്കെ പഠിച്ചും അറിയുന്നവരോടൊക്കെ ചോദിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി ദീനും ഒപ്പം ഈ ലോകത്തെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞുകൊണ്ട് അടുത്ത ലോകത്തിലേക്ക് പോവാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക. അറിയുക, പരിശുദ്ധ ഖുർആനിൽ 2 തരം ലോകത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. 1, ആളുകൾ ഇതുവരെ സ്പർശിച്ചിട്ടുള്ള ഈ ഇഹലോകമാണ്. 2, ഇതുവരെ നമ്മൾ കാണാത്ത, നമ്മൾ ഇതുവരെ പോവാത്ത, പോയവരാരും തിരിച്ചു വരാത്ത ഒരു ലോകം, അതാണ് പരലോകം. ആ സ്പർശിക്കാത്ത ലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളായിരിക്കണം ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത് എന്ന് കരുതി ഭൗതികമായ സുഖസൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി എനിക്ക് നല്ല ജോലിയൊന്നും വേണ്ട, ഞാൻ കൂടുതൽ പഠിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി എപ്പോഴും റെഡിയായിരിക്കുക എന്നുള്ള അവസ്ഥയിലും അങ്ങനെയല്ല. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, എന്നിട്ട് ഫി ദുനിയ വൽ ആഖിറ എന്നാ പറഞ്ഞത് അല്ലേ? ദുനിയാവും ആഖിറവും ഒപ്പം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത്, പ്രയാസങ്ങളുണ്ടെങ്കിൽ മനസ്സ് തുറക്കണം, സംസാരിക്കണം. ഞാൻ പെട്ടെന്ന് നിർത്തും, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം തരികയാണ്. കാരണം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വിധവ, അവർ നല്ല വസ്ത്രം ധരിക്കാറില്ല, നല്ല ഭക്ഷണം കഴിക്കാറില്ല, മക്കളെയും കൂട്ടി കൂടുതൽ പുറത്തു പോകാറില്ല, വീട് വളരെ മനോഹരമാക്കാറില്ല. മനോഹരമാക്കണ്ട, ഉള്ളത് തന്നെ നല്ല ഗേറ്റും അതിലൊക്കെ വെച്ച് സുരക്ഷിതമാക്കണമെന്ന് വിചാരിച്ചത് അത് ചെയ്യാറില്ല. എന്താണെന്നറിയോ? നല്ല വസ്ത്രം ധരിക്കുമ്പോഴേക്ക് ഓള് കണ്ടില്ലേ, ഓളിപ്പോൾ അതൊക്കെ മറന്ന്, മരിച്ചതൊക്കെ പോള് മറന്ന്, ഓളിപ്പോൾ എന്താ കുട്ടികളെയും കൂട്ടി ഒന്ന് ബീച്ചിലോ പാർക്കിലോ പോയിരിക്കാൻ ഒരുങ്ങിയാൽ
ഒരിപ്പം എന്തോ ഒരു ഉഷാറ്, അതൊക്കെ ഒരു സമയത്ത് അങ്ങോട്ട് കഴിഞ്ഞ് അതങ്ങോട്ട് മറന്ന് ഒരു പങ്ങനെ യാത്രയും ഭയങ്കര ജോലി, എന്താ ഓരോരുത്തർ ലൈഫ്. എന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ജോലിയുള്ള ടീച്ചറാണ്. ടീച്ചർ സാരി, ചില ദിവസങ്ങളിൽ യൂണിഫോം എല്ലാവരും ഒരുമിച്ച് ഒരു യൂണിഫോമൊക്കെ ഉണ്ടാവില്ലേ പ്രോഗ്രാമിനൊക്കെ, അത് പിന്നെ ബാഗിൽ മടക്കിയിട്ട് പിന്നെ ബാഗിൻ്റെ ഉള്ളിലിട്ടിട്ട് പർദ്ദയിട്ട് പോയി അവിടെ എത്തിയിട്ട് ഇത് ഫുള്ള് നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരുടെയും കൂടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പർദ്ദയിട്ടിട്ടാണ്. ആരെ പേടിക്കുന്നത്? എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? സമൂഹം അങ്ങനെയാണ്, എന്തെങ്കിലും പറഞ്ഞോട്ടെ. സമൂഹത്തിൻ്റെ കണ്ണ് മഞ്ഞയാണ്. നന്മ വറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മെ ചേർത്ത് പിടിക്കാൻ. എന്നിട്ട് ഇപ്പം താത്തക്ക് ആരോടും ഒന്നും സംസാരിക്കാതെ പിന്നെ കൊലായിലിരുന്ന് ഒന്ന് സന്തോഷത്തോടെ മക്കളുമായിട്ട് കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞാൽ വരെ അത് അപ്പുറത്തുള്ളവർ മറ്റു രീതിയിലാണ് വ്യാഖ്യാനിക്കുക എന്നുള്ളത് കൊണ്ട് ഉലക്കയെ പോലെയാണല്ലോ നിൽക്കുക, ഒരു വികാരവും ഇല്ലാതെ അങ്ങനെ. അവസാനം എന്ത് സംഭവിച്ചു? ബ്ലോക്ക് വന്നു, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു. റിലാക്സ് ചെയ്യുക, മനസ്സ് തുറക്കുക, സമാധാനിക്കുക. ഇതൊരു വലിയ പദവിയാണെന്ന് ഓർക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. അത്രേ പറയാനുള്ളൂ. ഒരിക്കലും പറയാനുള്ളത് ഉള്ളിൽ കിടന്ന് കല്ല് പോലെ കെട്ടിവെച്ച് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വരുത്തരുത്. മാക്സിമം സന്തോഷം വീടുകളിൽ ഉണ്ടാക്കാൻ പൂമ്പാറ്റകൾ ശ്രമിക്കുക. അനിയന്മാരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് എല്ലായ്പ്പോഴും സന്തോഷമുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. പടച്ചോൻ തന്ന ഹൈറിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്താവശ്യമുള്ളപ്പോഴും വിളിക്കാം, എപ്പോഴും വരാം, കാണാം, സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും നല്ല സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ, സന്തോഷം കിട്ടുന്ന ചിന്തകൾ എന്താണോ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നമ്മളെ. എന്താന്ന് വെച്ചാൽ പീഡിപ്പിക്കപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും അഗതികളെയും അനാഥകളെയും ഒക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ചങ്ങലകൾ പൊട്ടിക്കുക, ബന്ധനങ്ങളൊക്കെ അഴിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഭാരങ്ങൾ, നെഞ്ചിൻ്റെ അകത്ത് കുമിഞ്ഞു കൂടി കിടക്കുന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. സമാധാനത്തോടു കൂടി നേരത്തെ പറഞ്ഞ ആ മഹത് വനിതകളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ കൂടെ സ്വർഗത്തിൽ സ്പർശിക്കാത്ത ലോകത്ത് ഒരുമിച്ചിരിക്കുന്ന ശാന്തമായ ആ ഒരവസ്ഥ സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറുക. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല ഉമ്മ, നല്ല കുടുംബം, നല്ല ജോലി, നല്ല സൊസൈറ്റിയിൽ നല്ല സ്ഥാനം, ഏറ്റവും നല്ലൊരു വ്യക്തിത്വം, ഇതിനൊക്കെ ഉടമയായിക്കൊണ്ട് അത് ലഹരിയാക്കി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.